ഹായ്, നമ്മൾ ഇന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിലുള്ള ഊരമനയ്ക്കടുത്തുള്ള കൊടികുത്തി മലയിലാണ്. ഇവിടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് ബ്രിട്ടീഷുകാർ മലകളുടെയും വനങ്ങളുടെയൊക്കെ വിസ്തൃതി അളക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ മലകളിൽ ഇങ്ങനെ ഉയർന്ന പ്രദേശങ്ങളിൽ കൊടി കുത്തി നാട്ടും. പല സ്ഥലങ്ങളിലുണ്ട്. അത് കൊടികുത്തി മലയിൽ ആ കൊടി നാട്ടിയ സ്ഥലത്താണ് നമ്മൾ വന്നു നിൽക്കുന്നത്. ആ കാണുന്നതാണ് ആ സ്ഥലം. ഈ സ്ഥലം കൊടികുത്തിമല എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ മലയുടെ മുകളിൽ 40 ഏക്കറോളം സ്ഥലം നിരപ്പായിട്ടുള്ളതുണ്ട്. സമീപ പ്രദേശത്തെ ഏറ്റവും ഉയർന്ന പ്രദേശമാണിത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് സർവേ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റേഷൻ ആയിരുന്നു ഇത്. അന്ന് കണ്ണാടി സർവേ എന്ന് വിളിക്കുന്ന തിയോഡലൈറ്റ് സർവേ ആണ് നടത്തിയത്. 1810 മദ്രാസ് പ്രസിഡൻസിയുടെ സർവേയർ ജനറലായ കൊളിൻ മക്കൻസിയെ 1815 ഇന്ത്യയുടെ ആദ്യത്തെ സർവേയർ ജനറലായി നിയമിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു കൊച്ചിയിലെ കൊടികുത്തിമലയിലെ സർവേയും നടന്നത്. പ്രദേശത്തെ ഏറ്റവും ഉയർന്ന ഭൂമിയിലേക്കുള്ള വഴികാട്ടുവാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് പിറമാടത്തുള്ള ഒരു ആദിവാസി യുവാവാണെന്ന് പറയപ്പെടുന്നു. അവർ അളക്കാൻ 50 കിലോഗ്രാം ഭാരമുള്ള ഉപകരണമായ തിയോഡോലൈറ്റും ഒരു സെനിത്ത് സെക്ടറും ഇതിനു വേണ്ടി ഉപയോഗിക്കുകയുണ്ടായി. ത്രികോണഭൂമിയിലെ ലംബവും തിരശ്ചീനവുമായ കോണുകൾ അളക്കാൻ തിയോഡോലൈറ്റ് ഉപയോഗിച്ചു. സൂക്ഷ്മമായി കാലിബ്രേറ്റ് ചെയ്ത മൈക്രോമീറ്ററുകൾ, മൈക്രോസ്കോപ്പുകൾ, സ്പിരിറ്റ് ലെവലുകൾ എന്നിവ ഉപയോഗിച്ചാണ് അക്കാലത്ത് സർവേ നടത്തിയിരുന്നത്. ട്രയാങ്കിൾ ആയിട്ടായിരുന്നു ആ സർവേ നടത്തിയിരുന്നത്. അതിൻ്റെ ഒരു പോയിൻ്റാണ് കൊടികുത്തിമലയിൽ ഉള്ളത്. ഇതിൻ്റെ മറ്റു 2 പോയിൻ്റുകൾ ആലുവയിലും 1 മലയാറ്റൂരും ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. കൊടികുത്തിയതിൻ്റെ തറ ഇവിടെയുണ്ട്. ഏതാണ്ട് 2 ഏക്കർ സ്ഥലം ഇപ്പോഴും സെൻട്രൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണുള്ളത്. ബാക്കിയുള്ള ഭൂമി പതിച്ചു കൊടുത്തു.